നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഗർഭിണി വളരെയധികം ഛർദ്ദിച്ചാൽ അത് പെൺകൊച്ചാണ്, ഛർദ്ദിച്ചില്ലെങ്കിൽ അത് ആൺകൊച്ചാണ്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ ജെൻഡർ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നതിനേക്കാൾ ഉപരി ഒരു എല്ലാം തികഞ്ഞൊരു കുട്ടി പിറക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ സോഷ്യൽ മിത്തുകൾ അതിനൊന്നും നമ്മൾ വലിയ വില കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് സയൻറ്റിഫിക്കലി പറയാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം ആൺകൊച്ചാണ് വയറ്റിൽ കിടക്കുന്നതെങ്കിൽ ആൺകൊച്ച് പുരുഷ ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം പുരുഷ ഹോർമോൺസ് ഒരു ലേഡിയുടെ ശരീരത്തിൽ വരുമ്പോഴത്തേന് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ലേഡി ഇച്ചിരി ഡാർക്ക് ആവുകയാണ്, അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ കൂടുതൽ വരുവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പം അതൊരു ആൺകൊച്ചാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊന്നും അബ്സല്യൂട്ടല്ല, മേ ബി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചില ബാലിശമായ തോട്ട് വെച്ചിട്ട് നമ്മുടെ കൊച്ച് ആണാണോ പെണ്ണാണോ നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ആണാണോ പെണ്ണാണോ നമ്മൾ ചിന്തിക്കാതിരിക്കുക, അതല്ലേ അതിൻ്റെ ഒരു ത്രിൽ. കുട്ടി ജനിക്കുമ്പോൾ നമുക്ക് കിട്ടണം, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അത് അനുഭവിക്കുന്ന ഒരു ത്രില്ല്. ആസ് എ ഫാദർ ഐ ചെറിഷ് ദാറ്റ് മൊമെൻറ്റ്സ് ട്വൈസ്. വൈ ക്യാൻറ്റ് യു എൻജോയ് ദാറ്റ് മൊമെൻറ്റ്? അതിനുവേണ്ടിയല്ലേ ഒരു കൊച്ചു ജനിക്കുമ്പം ഒരു അമ്മയും ഒരു അപ്പനും ജനിക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് അവർ പ്രിവിലേജ് ടു ഹാവ് ദാറ്റ്. എൻജോയ് ദാറ്റ് മൊമെൻറ്റ്.